സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 138 സങ്കീർത്തനം. കൃതജ്ഞതാഗീതം. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ്സ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവെ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. ദൈവജനമേ, സങ്കീർത്തനം 138 അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെയുള്ള കൃതജ്ഞതാ പ്രകടനമാണ് നമ്മെ ആദ്യം സ്പർശിക്കുക. ദാവീദ് രാജാവ് തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ കരുണയെയും വിശ്വസ്തതയെയും ഇവിടെ വാഴ്ത്തിപ്പാടുന്നു. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കാൻ നാം കടപ്പെട്ടവരാണെന്നാണ്. നാം അവിടുത്തെ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകി നമ്മുടെ ആത്മാവിന് ശക്തി പകർന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും സത്യവും സകല സൃഷ്ടികൾക്ക് മീതെ ഉയർന്നു നിൽക്കുന്നു. അതിനാൽ അവിടുത്തെ മഹത്വത്തിനായി സകല രാജാക്കന്മാരും അവിടുത്തെ വഴികളെ പ്രതി പാടട്ടെ. ദൈവമഹത്വം സകലരെയും അറിയിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സഹോദരീ സഹോദരന്മാരെ, ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ദാവീദിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കും സ്വന്തം ജനത്തിൻ്റെ ഒറ്റപ്പെടുത്തലുകൾക്കും മധ്യേ ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. തൻ്റെ സിംഹാസനം ഉറപ്പിക്കപ്പെട്ടപ്പോഴും തൻ്റെ ജീവിതം അപകടത്തിലായപ്പോഴും ദാവീദ് കണ്ടത് ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളെയാണ്. അവിടുത്തെ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറുന്നത് ദാവീദ് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അനുഭവിച്ച് അറിഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ നിയമങ്ങളും ദാവീദിനെന്നും ഒരു കോട്ടയായിരുന്നു. ഈ സങ്കീർത്തനം ദാവീദ് ആലപിക്കുമ്പോൾ അത് കേവലം വാക്കുകളായിരുന്നില്ല, മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ഒരു മികവുറ്റ സാക്ഷ്യമായിരുന്നു. താഴ്മയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്നുവെന്നും അഹങ്കാരികളെ അകലെ നിന്ന് അറിയുന്നു എന്നുമുള്ള തിരിച്ചറിവ് ദാവീദിനെ കൂടുതൽ ദൈവത്തോട് ചേർത്ത് നിർത്തി. ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ പാപപങ്കിലമായ ഈ ലോകത്തിൽ സൊദോം ഗൊമോറയെ പോലും നാണം കെടുത്തുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനം നമുക്ക് വളരെ പ്രസക്തമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, ജോലിസ്ഥലത്തെ അനവധി ആയിട്ടുള്ള വെല്ലുവിളികൾ, മഹാമാരികൾ, അതൊക്കെ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ, ഇവയെല്ലാം നമ്മുടെ സമാധാനം ഓരോ ദിവസവും ഓരോ നിമിഷവും കെടുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ തലച്ചോറിലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നാം ഒറ്റപ്പെട്ടവരെ പോലെ, ആരും സഹായിക്കാനില്ലാത്തവരെ പോലെ നാം ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ, സാഹചര്യങ്ങൾ. എന്നാൽ സങ്കീർത്തനം 138 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകും എന്നുള്ളത്.
നമ്മുടെ ആധുനിക ജീവിതത്തിലെ ഈജിപ്ഷ്യൻ അടിമത്തങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ നമുക്ക് ഒരു ദൈവമുണ്ട്. നവമാധ്യമങ്ങളിലെ വ്യാജ വാർത്തകളും ട്രോളുകളും സമൂഹത്തിലെ അനീതികളും നമ്മെ തളർത്തുമ്പോൾ, നമ്മളെ ഇകഴ്ത്തുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമുക്ക് വഴികാട്ടിയും അഭയവുമാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഗോലിയാത്തുമാരെ നേരിടാൻ അവിടുന്ന് നമ്മെ സജ്ജരാക്കും. ഈ പഴയ നിയമ സത്യങ്ങൾ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയാണ് പൂർണ്ണത കൈവരിക. ദാവീദിൻ്റെ പുത്രനായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയായിരുന്നു. അവിടുന്ന് എപ്പോഴും പിതാവിനെ സ്തുതിച്ചു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റി. ഗെത്സമൻ തോട്ടത്തിലെ അവിടുത്തെ പ്രാർത്ഥന പിതാവിൻ്റെ ഹിതത്തിന് സമ്പൂർണ്ണമായി കീഴടങ്ങുന്നതിൻ്റെ ഉദാഹരണമാണ്. കർത്താവായ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഏറ്റവും വലിയ മഹോന്നതമായ പ്രകടനമായിരുന്നു. നാം ബലഹീനരായിരുന്നപ്പോൾ നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് സ്വയം ബലിയായി യാഗമായി തീർന്നു. സങ്കീർത്തനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ വലതുഭാഗം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും സൂചിപ്പിക്കുന്നു. കർത്താവായ യേശുവിലൂടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും രക്ഷയും നമുക്ക് പ്രാപ്യമായത്. ദൈവം തൻ്റെ മക്കളുടെ കാര്യത്തിൽ പൂർണ്ണത വരുത്തുമെന്ന് സങ്കീർത്തകൻ ഉറച്ചു വിശ്വസിച്ചു. ഈ വിശ്വാസം സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനുള്ള ഒരുക്കമായി നാം കാണണം. അവിടുന്ന് വീണ്ടും വരുമ്പോൾ നീതിയും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടും. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും അനീതികളും അന്നത്തോടെ അവസാനിക്കും. അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുവാനും വിശുദ്ധിയിൽ ഓരോ നിമിഷവും വളരുവാനും നാം ശ്രദ്ധിക്കണം. നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉണർവോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. പഴയ നിയമ പ്രവാചകൻ്റെ പുസ്തകങ്ങളിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ആകാശത്തു നിന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെളിച്ചം പകരുന്ന ഒരു മിന്നൽ പിണർ പോലെ എല്ലാവർക്കും കാണുന്ന രീതിയിലായിരിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ ഭയാനകമായ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്നുള്ളത് ബൈബിൾ ഗ്യാരണ്ടി ചെയ്യുന്നു. അത് അടുത്ത സെക്കൻഡാവാം, അടുത്ത മണിക്കൂറാവാം, ഇന്ന് രാത്രിയാവാം, പകൽ സമയത്താവാം, നാളെ ആവാം. നാം ഏത് നിമിഷം എന്നുള്ളത് മനസ്സിൽ കൊണ്ട് നടക്കാതെ ഞാൻ ഓരോ നിമിഷവും തയ്യാറായി നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് നമ്മളുടെ വിളക്കുകൾ എപ്പോഴും കത്തി നിൽക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിനായി നമുക്ക് സമർപ്പിക്കാം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ആഴത്തിൽ വേരൂന്നിയവരായി നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുത്തേക്ക് മഹത്വം നൽകാനുള്ള അവസരങ്ങളായി കാണാം. ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം. അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടാതെ പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. സഹോദരങ്ങളെ, ഈ സങ്കീർത്തന ധ്യാനം കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.